നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മത്തങ്ങ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായി മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എന്നിവ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പിടി തേങ്ങ, ഒരു പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ജീരകം ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും മത്തങ്ങ വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. മത്തങ്ങ നന്നായി ഒന്ന് ഉടച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റി മാറ്റുകയാണ്. ഇനിയും നന്നായി കഷ്ണങ്ങളെ ഉടച്ചെടുക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരക്കൂടെ ചേർത്ത് കൊടുക്കും. ഇവിടെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നന്നായി മത്തങ്ങയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മത്തങ്ങയിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടുപ്പ് കത്തിച്ച് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ശരിക്കും മഴ പെയ്യുകയാണ്. രാവിലെ തൊട്ട് മഴ തുടങ്ങിയതാണ്. ഇപ്പോഴും മഴ അവസാനിച്ചിട്ടില്ല. ഈ സമയം അടുപ്പിൽ വെച്ചിരുന്ന മത്തങ്ങ കറിക്കൂട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും കടുക് വറുത്ത് നമുക്ക് മത്തങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഉള്ളി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴന്ന് വന്നപ്പോൾ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ചേർത്ത് കൊടുത്തു. ചുമക്കും വരെ അത് വറുത്ത ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുള്ള മത്തങ്ങ കറി ഇവിടെ തയ്യാറായി. ഈ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അതുപോലെ ഇത് ചോറിന് വളരെ പറ്റിയ കറിയാണ്. മത്തങ്ങ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് മത്തങ്ങായും പരിപ്പും ഉപയോഗിച്ചും മത്തങ്ങായും മറ്റ് കറിക്കൂട്ടുകളുമായിട്ടും കറി വയ്ക്കാം. അതുപോലെ തന്നെ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന വെജിറ്റബിളാണ് മത്തങ്ങ. സ്കിന്നിന്, വയറിന് ഒക്കെ വളരെ നല്ലതാണ് മത്തങ്ങ. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുമെന്നും അറിയാം, എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ കടുക് വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.